ഒരു തല്ല് നടന്നോ, അങ്ങനെ ഒരു മർദ്ദനം നടന്നോ അവിടെ? ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ഇറങ്ങിയിട്ടില്ലേ, ആ വീഡിയോയിൽ അതിനുള്ള വ്യക്തമായ ഉത്തരം കിടക്കുന്നുണ്ട്. വെറും മാരിയോ അല്ല, സൂപ്പർ മാരിയോ ആണ് എന്നുള്ളത്. അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇത്രയും പേര് നോക്കി നിൽക്കുക, അടിച്ച് തല പൊട്ടിച്ച് ഹോസ്പിറ്റലാക്കി അത് ഇതാക്കി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെനിക്ക് മദ്യപിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ, മദ്യപിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. ലഹരി മാത്രമാണ് പുള്ളിക്കാരിലെ പോകുന്നത്. ലഹരി മരിയയും അജ്മലും തമ്മിൽ ബന്ധമുണ്ട്, ഹോമോസെക്ഷൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആരോപിക്കുന്നത്. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. ഞാൻ ക്രിസ്ത്യനിലോട്ട് കൺവേർട്ട് ആയപ്പോൾ തന്നെ ഞാൻ ഇതിനും വലിയ അടിയും തൊഴിയും കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. കടട തിരുനാൾ വരെ പേപ്പർ അടിച്ച് കിടക്കേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. പുള്ളി ഇസ്ലാം മതവിശ്വാസി ആയിരുന്ന സമയത്ത് ക്രിസ്ത്യൻ മതമാണ് സത്യം, അതാണ് ഏകദൈവം എന്ന് മനസ്സിലാക്കി ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ, അത് ആ ഒരു സത്യത്തിൻ്റെ കൂടെ അന്ന് നിന്നപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ വാപ്പാനെയും ഉമ്മാനെയും കുടുംബങ്ങളും ആ ഒരു സമൂഹം തന്നെ നഷ്ടപ്പെട്ടു. മനസ്സിലായി? സത്യത്തിൻ്റെ കൂടെ നിന്നപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ ജിജി ചെയ്ത തെറ്റുകൾ, ഇത് ആദ്യം പുള്ളി ഇങ്ങനെ വിഷയങ്ങൾ നടന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കുടുംബ പ്രശ്നമല്ലേ തീർത്തൂടെ എന്നുള്ളത്. പുള്ളി പോയിട്ട് ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വീഡിയോ ചെയ്യാനോ ആരെയും കുറ്റം പറയാനോ നിന്നിട്ടില്ല. അജ്മൽ ഇപ്പോൾ മരിയോ ദമ്പതികൾ, അവരെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം. അവർ കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ദാമ്പത്യത്തെക്കുറിച്ച് എടുക്കുന്ന ആളുകളാണ്. അവർ തമ്മിലുള്ള ഒരു തർക്കമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് അജ്മലിൻ്റെ. അജ്മൽ കാരണമാണ് അവർ തമ്മിൽ തർക്കമുണ്ടായത്, പിരിഞ്ഞത് എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? അജ്മൽ കാരണമാണോ? അതായത് ഇപ്പോൾ ഒത്തിരി വീഡിയോസ് വന്നപ്പോഴും നമ്മൾ സത്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തപ്പോഴൊക്കെ അതിനിടയിൽ കമൻറ്റ് ഇട്ടിരുന്നു, എന്തൊക്കെയാണെങ്കിലും എന്നാൽ നിനക്ക് സ്വയം ഒഴിഞ്ഞു പോക്കൂടെ, അവർ തമ്മിൽ ഒന്നിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഞാനല്ല പ്രശ്നം ഉണ്ടാക്കിയത്. അതായത് അവരിട്ട FIR-ലടക്കം പറയുന്നുണ്ട് ഇവർ കഴിഞ്ഞ 9 മാസമായിട്ട് അകന്ന് കഴിയുകയായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ കഴിഞ്ഞ 9 മാസമായിട്ട് അകന്ന് കഴിയുക പറയുന്ന സമയത്ത് ഈ കറക്റ്റ് പറഞ്ഞാൽ ഈസ്റ്ററിൻ്റെ സമയത്താണ് ആദ്യത്തെ വിഷയം സംഭവിച്ചത്. അതായത് ഈസ്റ്ററിൻ്റെ സമയത്ത് ചേച്ചി ചെയ്ത ചില ക്രമക്കേടുകൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞു കേട്ടതാണ്. 1-2 വസ്തുക്കൾ വാങ്ങിയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്രദർ ചോദ്യം ചെയ്തതിൻ്റെ പുറത്ത് പുള്ളിക്കാരി ഒരു കത്തി എടുത്തിട്ട് പുള്ളിയെ കുത്തി. അത് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പുള്ളി അതിനൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ തമ്മിൽ സംസാരിച്ച ഒരു മധ്യസ്ഥയിലെത്തി ഇതൊരു വിഷയമാവാത്ത ലെവലിൽ ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവർ 2 പേര് 2 സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. അതായത് ബ്രദർ പീലാർമൊഴിയുള്ള ഒരു വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫീസാണ്. അതിൻ്റെ മുകളിൽ താമസിക്കാനുള്ള സൗകര്യം താമസിച്ചിട്ടുണ്ട്. അവിടെയാണ് താമസിച്ചിരുന്നത്. ചേച്ചി ഡിവൈൻ വീട്ടിലുമാണ് താമസിച്ചിരുന്നത്. അന്ന് അതിന് എന്താണ് അത്ര പ്രൂഫ് എന്ന് വെച്ചാൽ സുനിൽ വക്കീൽ, അതായത് ഇവരെ ലീഗലി ഇവരെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന നമ്മുടെ ചാലക്കുടിയിലുള്ള സുനിൽ വക്കീൽ അതിന് വ്യക്തമായിട്ടൊരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിരുന്നു. ചേച്ചിക്കോ മറ്റു ബന്ധുക്കൾക്കോ അനുവാദം കൂടാതെ എന്താ പറയുക ഈ പറയുന്ന ബിൽഡിങ്ങിലോട്ടോ മറ്റതിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ടൊരു നോട്ടീസ് വരെ അയച്ചിരുന്നു. ഈ പറയുന്ന സംഭവം നടന്നത് ഈസ്റ്ററിൻ്റെ സമയത്താണ്. അത് കഴിഞ്ഞിട്ട് 2025 മെയ്യിലാണ് ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷനിലേക്ക് അജ്മലും ദേവസ്യ ആൻ്റണി മാഷും വരുന്നത്. കാരണം അന്ന് വക്കീൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ അകത്തൊക്കെ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിൻ്റെ എല്ലാം പ്രൂഫ് കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം ഞങ്ങളുടെ കയ്യിൽ വരുന്ന സമയത്തും മാഷോടും ബ്രദർ പറഞ്ഞ വ്യക്തമായൊരു കാരണമുണ്ട്. ഇവിടെ ഇന്ന ക്രമക്കേടുകളും കാര്യങ്ങളും ചെയ്തതിൻ്റെ പുറത്ത് ഇത് തിരുത്തി അത് നല്ല ലെവലിലൊരു ചാരിറ്റി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്നുള്ളൊരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്, ഒരു NGO ആയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി ഇതായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വഴി നമുക്ക് നല്ല ലെവലിൽ ചാരിറ്റി കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അവൾ ചെയ്യുന്ന തെറ്റുകൾ തിരുത്തണമെങ്കിൽ ഇതൊരു ചോദ്യം ചെയ്യലും കൂടി വരണോണ്ടാണ് നിങ്ങളെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞത്. മനസ്സിലായില്ല? അതായത് ഞാൻ വന്നിട്ട് ഇവരടിച്ച് പിരിഞ്ഞതല്ല, ഞാൻ വരുന്നതിൻ്റെ മുമ്പേ ഇവരടിച്ച് പിരിഞ്ഞ് 2 സൈഡിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വന്ന് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ചോളൂ. ഞങ്ങൾ അന്ന് സംസാരിച്ച സമയത്ത് അത് ബോർഡ് മീറ്റിംഗ് ഒക്കെ കൂടി ചേച്ചി എടുത്തി മധ്യസ്ഥ പറഞ്ഞത് ഒരു പ്രോബ്ലം ആരും അറിയാതെ സംസാരിച്ച് തീർക്കാൻ നോക്കിയ സമയത്ത് പുള്ളിക്കാരി പറഞ്ഞതിൻ്റെ പല വോയിസ് ക്ലിപ്പുകളുമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പുറത്തു വിട്ടത്. അതിൽ പുള്ളിക്കാരിനെ പറഞ്ഞിട്ട് ഞാൻ വസ്തു മേടിച്ചു, 10 ലക്ഷം രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തു, 15 ലക്ഷം രൂപയ്ക്ക് ഞാൻ ചിട്ടി പിടിച്ചു കൊടുത്തു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ബാക്കി ഇനി പലിശ കൊടുത്തോണ്ടിരിക്കുകയാണ്, അതിന് ശേഷം എനിക്ക് കിട്ടുന്നത്. ആ പറഞ്ഞൊരു ബിൽഡിംഗ് 35 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്നുള്ളത് ചോദ്യം നമ്പർ 1. നീ കിട്ടിയാൽ ഈ പറയുന്ന ഒരു 10 ലക്ഷം 5 ലക്ഷം കൊടുത്തതിൻ്റെ കണക്ക് എവിടുന്നാണ്, ഇത് എവിടെ നിന്ന് മേടിച്ചു, എങ്ങനെ മേടിച്ചു എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നുണ്ട്. അതിനൊന്നും ഉത്തരം തരാതെ വേറെ പല കാര്യങ്ങളും പറഞ്ഞ് ഇതുപോലെ പല കമൻറ്റുകളും ഇട്ട് ഇതിങ്ങനെ ഉണ്ടാക്കണം. അല്ലാതെ ഞാനല്ല ഇവരെ പിരിച്ചിട്ടുള്ളത്. ഇപ്പോഴും തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് നിനക്കുന്ന പൊക്കൂടുന്നത്. ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ പോവാം, ഞാൻ ഇതിനകത്ത് നിൽക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഈ സ്വത്തും കാര്യങ്ങളും അവരെടുക്കും ഇതാക്കും. ബ്രദറിന് അവരെ കൂടെ കൂട്ടാൻ എന്തായാലും പോകുന്നില്ല. ഇപ്പോഴത്തെ പ്രസന്റിൽ നടക്കുന്ന പ്രശ്നം അതാണ്. പിന്നെ ഒരു സാമ്പത്തിക തർക്കത്തിന്റെ പുറത്താണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും 100% ഇവർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിന്റെ പുറത്താണ്. അത് സാമ്പത്തിക തർക്കത്തിന്റെ പുറത്തെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവുമാണ്. അതുകൊണ്ട് തന്നെ ബ്രദർ പൂർണ്ണമായി ചേച്ചിയെ വിശ്വസിച്ച് ഓഫീസ് കാര്യങ്ങൾ മൊത്തം ചേച്ചിയുടെ അണ്ടറിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് എല്ലാ സ്റ്റാഫുകളും ഒറ്റയടിക്ക് ഇറങ്ങിപ്പോകുന്നതും.
മനസ്സിലായി? ചേച്ചിയുടെ കയ്യിലായിരുന്നു ഓഫീസിന്റെ പൂർണ്ണ ഭരണം. അത് ബ്രദറിനെ സംബന്ധിച്ച് ബ്രദർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കലും വീഡിയോ എടുക്കലും മറ്റ് പല പുറത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി പുള്ളി എപ്പോഴും അതിന്റെ പിന്നാലെ തിരക്കിലായിരുന്നു. പിന്നെ പുള്ളി അറിയുന്നത് ഇയർലി കണക്ക് പറയുമ്പോഴോ അല്ലെങ്കിൽ ഓഡിറ്റർ എന്തെങ്കിലും ഡൗട്ട്സുകൾ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് പുള്ളി ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു ശ്രദ്ധക്കുറവ് എന്നുള്ളൊരു വീഴ്ച പുള്ളിയുടെ ഭാഗം വന്നിട്ടുണ്ട്. അത് എപ്പോൾ പുള്ളി ആ ശ്രദ്ധക്കുറവ് വന്നു, അതിൽ നിന്ന് തെറ്റ് പുള്ളി മനസ്സിലാക്കിയോ, പുള്ളി ഇത് തിരുത്താൻ വേണ്ടി നിന്നപ്പോഴാണ് പുള്ളിക്ക് ഇത് വന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ധ്യാനം കൂടി ഒരു ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. പുള്ളി ഇസ്ലാം മതവിശ്വാസി ആയിരുന്ന സമയത്ത് ക്രിസ്ത്യൻ മതമാണ് സത്യം, അതാണ് ഏകദൈവം എന്ന് മനസ്സിലാക്കി ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ, അത് ആ ഒരു സത്യത്തിൻ്റെ കൂടെ അന്ന് നിന്നപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ വാപ്പാനെയും ഉമ്മാനെയും കുടുംബങ്ങളും ആ ഒരു സമൂഹം തന്നെ നഷ്ടപ്പെട്ടു. മനസ്സിലായി? സത്യത്തിൻ്റെ കൂടെ നിന്നപ്പോൾ. ഇപ്പോഴും അതുപോലെ തന്നെ ജിജി ചെയ്ത തെറ്റുകൾ, ഇത് ആദ്യം പുള്ളി ഇങ്ങനെ വിഷയങ്ങൾ നടന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കുടുംബ പ്രശ്നമല്ലേ തീർത്തൂടെ എന്നുള്ളത്. പുള്ളി പോയിട്ട് ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വീഡിയോ ചെയ്യാനോ ആരെയും കുറ്റം പറയാനോ നിന്നിട്ടില്ല. ഇത് പുള്ളി പറഞ്ഞെന്താ, ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് അധികാരികളുടെ മുമ്പിൽ ഇതിൻ്റെ കണക്ക് കാര്യങ്ങൾ പുള്ളി ബോധിപ്പിക്കും എന്നുള്ളത് അവരോട് പറഞ്ഞിരുന്നു. ആ ഭീഷണി പേടിച്ചിട്ടാണ് ഇവർ ഈ കഴിഞ്ഞ 25-ാം തീയതി അവരെ വീട്ടിൽ പോയിട്ട്, അത് ബ്രദർ താമസിക്കുന്ന ഓഫീസിൽ, അവർ പറഞ്ഞ പോലെ വീട്, ആ വീട്ടിൽ പോയി, ആ ഓഫീസിൽ പോയി അവിടെ ഇപ്പം കണ്ട അഭ്യാസങ്ങളൊക്കെ കാണിച്ച് അവർ എന്താ പറയുക, അതിനുശേഷം ദേവസ്യ ആൻ്റണി മാഷ വീട്ടിലും പോയി കുറേ ഇതൊക്കെ കാണിച്ച് പ്രശ്നങ്ങളൊക്കെ കാണിച്ച് അവരൊരു ഹോസ്പിറ്റലിൽ പോയി വീട്ടിലിരിക്കുന്നു. ഈ പ്രശ്നം കഴിഞ്ഞതും 25-ാം തീയതി കഴിഞ്ഞിട്ട് 26-ാം തീയതി ബ്രദർ പോയിട്ട് അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ചെറുതായിട്ട് ബി പിയിൽ ചെറിയ വേരിയേഷനും വേറെ 1-2 ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് റെക്കമെൻഡേഷന് പുറത്ത് പുള്ളി അവിടെ അഡ്മിറ്റായി. ആ സമയത്തും പുള്ളിക്കാരൻ തന്നെ 2028 തന്നെ, അതായത് ഈ കഴിഞ്ഞ 28-ന് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് കാണിച്ചു തരാം. കറക്റ്റ് കേസ് എന്നാണ് നമ്മൾ ചെയ്തെന്നുള്ളത്. മെയിൽ ത്രൂ പുള്ളി ഫസ്റ്റത്തെ ഒരു കംപ്ലൈൻറ്റ് പുള്ളി കൊടുത്തു. അപ്പം ഇത് കാണുന്നുണ്ടല്ലോ, ഓക്കെ, കറക്റ്റ് വ്യക്തമായിട്ട് കാണല്ലോ. അതായത് 2028-10-2025 പുള്ളി ഫസ്റ്റ് കംപ്ലൈൻറ്റ് ഇങ്ങനെ ഒരു വന്ന് കുറച്ച് ആളുകൾ വന്ന് ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് അനധികൃതമായി വന്ന് എന്നോട് ഇതാക്കുകയും അതിന് പുറത്ത് അവർ ചില ഭീഷണികൾ മുടക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് പുള്ളി കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ആ ദിവസത്തെ ഒരു വീഡിയോ അല്ലേ ഇപ്പൊ പ്രചരിക്കുന്നത്, അതായത് തലക്കടി ഏറ്റു ജിജോയുടെ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അത് ഞാൻ പറഞ്ഞില്ല. അതിനുശേഷം പുള്ളി പോയിട്ട് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതിനെന്താട്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ പോയി ഇതിനു വേണ്ട മൊഴി കൊടുത്ത്, അപ്പോഴും പുള്ളി പറഞ്ഞൊരു ടേംസ് ഉണ്ട്, ചേച്ചിയെ പിടിച്ചാക്കിയ കാര്യങ്ങളല്ല, ഇവരെന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി, കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഇന്ന കണക്കുകൾ കാര്യങ്ങൾ എന്നോടൊക്കെ കൊടുക്കും, അതിൻ്റെ അന്വേഷണമായിട്ട് ഇവർ സഹകരിക്കണം എന്ന് പറഞ്ഞു. അത് 30-ാം തീയതി ചെയ്തു. 1-ാം തീയതി പോയിട്ടാണ് പുള്ളിക്കാരി FIR എടുപ്പിച്ചത്. എന്നിട്ട് ഈ വീഡിയോ കാര്യങ്ങൾ പുള്ളിക്കാരിൻ്റെ ന്യൂസ് പുറത്ത് ലീക്കാക്കി. പുള്ളിക്കാരി പറയുന്നു ഞങ്ങൾ ബ്രദറിന്റെ ഭാഗത്താണുള്ളത്, അത് തർക്ക വിഷയം, അതിപ്പോൾ എന്തായാലും നമുക്ക് അന്വേഷിക്കേണ്ട. അങ്ങനെ ഒരു തല്ല് നടന്നോ, അങ്ങനെ ഒരു മർദ്ദനം നടന്നോ അവിടെ? ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ഇറങ്ങിയിട്ടില്ലേ, ആ വീഡിയോയിൽ അതിനുള്ള വ്യക്തമായ ഉത്തരം കിടക്കുന്നുണ്ട്. അതായത് ആ വീട്ടിൽ താമസിക്കുന്നത് ബ്രദർ ഒറ്റയ്ക്കാണ്. ആ ഓഫീസിൽ, വീടെന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്, ആ ഓഫീസിൽ ബ്രദർ താമസിക്കുന്നത് ഒറ്റയ്ക്കാണ്. ഇവർ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി പോയി എന്നാണ് FIR എഴുതിയിട്ടുള്ളത്. ആ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ പോയിട്ടുള്ളത് ഒരു 4-5 പേരാണ്, വലിയ ആളുകൾ, ചെറിയ കുട്ടികളെ കൂട്ടുന്നില്ല, വലിയ ആളുകൾ ഒരു 4-5 പേര് പോയിട്ടുണ്ട്. ഈ 4-5 പേര് പോയിട്ട് ഈ സംസാരം പറഞ്ഞു തീർക്കുന്നതിൻ്റെ ഇടയിൽ മാരിയോ ബ്രദർ ഇവരെ തലക്കടിച്ചു എന്നാണ് പരാതി. എന്തോ ഇവർ തമ്മിലൊരു വഴക്കായിട്ടാണ് അവർ ചിലപ്പോൾ സംസാരിക്കുന്നത്, എൻ്റെ ഒരു വഴക്കായി തലക്കടിച്ചു എന്നാണ്. കോമൺ സെൻസ് ഇല്ല, ആരെങ്കിലും പറയണം. അങ്ങനെ 4-5 പേര്, അവർ 4-5 പേരുണ്ട്, ഇങ്ങനെ ഒറ്റയ്ക്കാണ്, ഇടയിൽ നിന്ന് തലക്കടിക്കാൻ പറ്റും? സംസാരം ഒരു മോശപ്പെട്ട ലെവലിലേക്ക് പോകണമെന്ന് കണ്ടാൽ തന്നെ കൂടെ നിൽക്കുന്നവർ പിടിച്ചു മാറ്റൂലേ? അത് പിടിച്ചു മാറ്റിയിട്ടില്ല, ഇവരെ തലക്കടിക്കാൻ ഇവർ നടന്നിട്ടുണ്ടെങ്കിൽ ആ കൂടെ നിന്നവരെ ഭാഗത്തുള്ള തെറ്റല്ലേ അത്? നമുക്ക് തന്നെ കോമൺ സെൻസ് വെച്ച് തീർക്കണം. നമ്മളതിൻ്റെ അടുത്തൊരു പോവാണ്. അത് എങ്ങനെ ലോജിക്കായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് പറയാൻ പറ്റുമെന്ന് അറിയാം. ഞാൻ കാണിച്ചിരിക്കുന്ന വീഡിയോയിലും തന്നെ അവരൊരു റൂമിൻ്റെ ഉള്ളിൽ, അതായത് താഴത്തെ ഫ്ലോറിലാണ് തോന്നുന്നുണ്ട്, അത് കണ്ടിട്ട് എനിക്ക് ആ ഗ്രൗണ്ടൊക്കെ കാണുന്നതുകൊണ്ട് താഴത്തെ ഫ്ലോർ ആയിരിക്കും, ആ ഫസ്റ്റ് ഫ്ലോറിലാണ് തോന്നുന്നുണ്ട് അവർ നിൽക്കുന്നത്. ഈ ഭാഗത്ത് നിന്നിട്ട് ഇവരിങ്ങനെ ഇത് വെച്ചടിച്ചു എന്ന് പറയുന്നുണ്ട്. ബ്ലഡിൻ്റെ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുള്ളികളൊക്കെ അതിൽ ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ഈ പറയുന്ന അടിച്ചു എന്ന് പറഞ്ഞാൽ അവർ കാണിക്കുന്ന വസ്തുവിനകത്ത് ബ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഫോൺ ഇതാക്കി എന്നൊക്കെ പറഞ്ഞാൽ അവരവിടെ നിന്ന് കുറേ ഡയലോഗുകൾ അടിച്ച് വേണം എന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന എന്നുള്ളത് ആ സംസ്ഥാനത്ത് നിന്ന് മനസ്സിലാവും. കാരണം എത്ര പേരുണ്ടെന്നുള്ളത് ആ വീഡിയോയിൽ കാണാം. ഈ 4-5 പേര് കൂടി നിൽക്കെ അതിൽ ഒരാളെ തല അടിച്ച് പൊട്ടിക്കണമെങ്കിൽ എന്താ പറയുക, വീഡിയോയുടെ താഴെ വന്നൊരു രസകരമായ കമന്റ്, പുള്ളി വെറും മാരിയോ അല്ല സൂപ്പർ മാരിയോ ആണ് എന്നുള്ളത്. അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇത്രയും പേര് നോക്കി നിൽക്കുക അടിച്ച് തല പൊട്ടിച്ച് ഹോസ്പിറ്റലാക്കി അത് ഇതാക്കി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് എനിക്കായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം എന്താ പറയുക, കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന വിഷയങ്ങളാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ മുമ്പിൽ അവർ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ ഭാഗത്ത് പറ്റുന്ന ഇവരും മാരി ബ്രദറിന്റെ പറ്റുന്ന കാര്യങ്ങൾ മാരി ബ്രദറും കൊടുത്തിട്ടുണ്ട്. അതിനില്ലെങ്കിൽ അന്തിമ തീരുമാനം ആര് പറയണം? കോടതി പറയണം. കോടതി അതിനനുസരിച്ച് കേസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് കൂടുതലായിട്ട്
തെളിഞ്ഞു വരും. അതല്ലേ ഇപ്പൊ നമുക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. അതിപ്പോ ആളുകൾക്ക് വിശ്വസിക്കാൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ജിജി പറയുമ്പോ അവരുടെ പ്രസംഗത്തിലടക്കം പറയുന്നത് ഭർത്താവിനെ സ്നേഹിച്ച് നിൽക്കണം, ഭർത്താവ് പറയുന്നത് കേട്ട് നിൽക്കണം എന്നൊക്കെ എപ്പോഴും ഉപദേശിക്കുന്ന ഒരാളാണ്. അപ്പോ അങ്ങനെ ഒരാൾ ഒരിക്കലും ഭർത്താവിനെതിരെ വരില്ലല്ലോ എന്നൊരു ചോദ്യമാണ് പൊതുവിൽ ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ഈ ഭർത്താവിനെ സ്നേഹിച്ച് നിൽക്കുകയും ഭർത്താവിനോട് കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആള് വേറൊരു വോയിസിൽ എന്നെക്കുറിച്ച് വളരെ മോശപ്പെട്ട ലെവലൊരു പരാമർശം നടത്തി. അത് പുള്ളിയും ചേർത്തിട്ടാണ് അത് പറയുന്നത്. അങ്ങനെ പറയൂ. ഒരു മോള് അപ്പൻ അമ്മ അവിടെ സപ്പോർട്ട് ചെയ്തിരിക്കുമോ? മനസ്സിലല്ലേ? ആ ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ തന്നെ ആക്ച്വലി ഞാൻ ബ്രദറിനോട് ചോദിച്ചു, ബ്രദർ എന്താണ് ഈ കേൾക്കുന്നത്, ഇതെന്തൊക്കെയാണ്? അപ്പോൾ എനിക്കത് കേട്ടപ്പോഴേ മനസ്സിലായത് ഒരു എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് അവർ മേക്ക് ചെയ്തൊരു വോയിസ് ആണ്. അപ്പോൾ ശരിക്കും ആ വോയിസിൽ പറയുന്നത് മരിയയും അജ്മലും തമ്മിൽ ബന്ധമുണ്ട്, ഹോമോസെക്ഷൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആരോപിക്കുന്നത്. അത് ഞാനത് പറഞ്ഞു വരുന്നത്, അതായത് ഏകദേശം 1 മണിക്കൂറിൻ്റെ മേലെ അവർ ഈ ഈസ്റ്ററിനന്ന് കുത്തു കഴിഞ്ഞില്ല. ഈ കുത്തു കഴിഞ്ഞതിന് ശേഷം ഇവരെ വീട്ടിലിരുന്ന് ഇതൊരു മധ്യസ്ഥ പോലെ ഇവർ 4 പേരും മാത്രം ഇരുന്ന് സംസാരിച്ച ഏകദേശം 1.5-2 മണിക്കൂറോളം ഒരു വീട്ടിൽ നടന്ന സംഭാഷണത്തിൽ ഒരു മനുഷ്യനെ എത്രമാത്രം ത്രെഡ് ചെയ്യാവോ അത്രയും ത്രെഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇയാൾ പറഞ്ഞ മോശം കാര്യങ്ങൾ മാത്രമായത്. മോശം കണ്ടപ്പോൾ ഒരു ക്ഷമ കെട്ടുകഴിഞ്ഞാൽ ഒരു മനുഷ്യരാണ് എത്ര എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ ഭാഗം മാത്രം റെക്കോർഡ് ചെയ്ത് അവർക്ക് ഫേവറബിളായ ലെവലിൽ ഒരു എന്താ പറയുക സെൻറ്റിമെൻ്റൽ അപ്രോച്ച്. അത് നമ്മൾ പറഞ്ഞ പല വസ്തുതപരമായ കാര്യങ്ങളുണ്ട്. അതായത് ഒരു സ്ഥലം മേടിച്ചതും പല ഫിനാൻഷ്യൽ ഇടപാട് നടത്തിയ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പുക ഇടുന്ന പോലെ ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് മാത്രമാണ് അമ്മ നടത്തിയിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് ആ ഭാവി പോയത് ആ മകളുടെയാണ്. എനിക്കൊന്നും വിഷയമില്ല. ഞാൻ ഓൾറെഡി മാരീഡാണ്. എനിക്കൊരു മോനുണ്ട്. അവൻ 3.5 വയസ്സായിട്ടുള്ളൂ. അവൻ്റെ തന്നെ അറിയില്ല. അതൊക്കെ നാളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൊക്കോളായിരിക്കും. ആരും എന്നൊന്നും പറയാൻ പോകുന്നില്ല. പിന്നെ വീഡിയോ കണ്ട ആളുകൾക്കും അതിൻ്റെ സത്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ താറടിക്കാൻ വേണ്ടി ഏത് ലെവലിലും പോകുന്ന ഒരാൾ ഈ പ്രസംഗിക്കുന്ന ലെവൽ പോലുള്ളൊരു സ്ത്രീയാണോ നിങ്ങൾ ചിന്തിക്കുക. ഇനി അത് മാത്രമല്ല കേട്ടോ, ആ വിഷയത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ തന്നെ ഞാൻ അതിന് വേണ്ട ലീഗലി ആക്ഷൻസ് സൈബർ സെല്ലിൻ്റെ ഭാഗത്തുള്ള ആക്ഷൻസ് കാര്യങ്ങൾ ആ വീഡിയോ ഏറ്റവും ആദ്യം പോസ്റ്റ് ചെയ്ത വ്യക്തിയുടെ പോസ്റ്റ് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മളെടുത്ത് ലീഗലി അതിന് വേണ്ട ഇത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ എന്താ പറയുക എൻ്റെ മാനനഷ്ടത്തിനുള്ളൊരു കേസ് നമ്മൾ ഫയൽ ചെയ്യുമല്ലോ, അതും ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി മൂവ് ആക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അതിന് വേണ്ട മെഡിക്കൽ ടെസ്റ്റോ കാര്യങ്ങളോ എന്തോ വേണ്ടിച്ച് ഞാൻ എടുത്ത് ഞാൻ അതിൻ്റെ ഏതറ്റം വരെ ഞാൻ ചേച്ചി അങ്ങനെ ഒരു കാര്യം ഇങ്ങനൊരു സാധനം വന്നപ്പോൾ അത് മാധ്യമങ്ങളിലടക്കം വാർത്തയായിട്ടുണ്ട്. അത് ഇപ്പൊ അജ്മൽ ഇപ്പൊ പറയാനെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തിൽ അത് പിന്നെ തീർച്ചയായിട്ടും അത് ഞാനത് അത്ര വിഷയമാക്കി എടുത്തില്ല. കാരണം വെച്ചാൽ ഇതിനും വലിയ സംഭവങ്ങൾ കഴിഞ്ഞ് വന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. ഞാൻ ക്രിസ്ത്യനിലോട്ട് കൺവേർട്ട് ആയപ്പോൾ തന്നെ ഞാൻ ഇതിനും വലിയ അടിയും തൊഴിയും കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. കടട തിരുനാൾ വരെ പേപ്പർ വിരിച്ച് കിടക്കേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്ന ഒരാൾക്ക് ഞാൻ ബിഗ് സീറോ എന്ന് തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക എൻ്റെതായ വഴിയിൽ ഞാൻ ബിസിനസ് ചെയ്യും, എൻ്റെതായ വേയിൽ ഞാൻ ജീവിച്ചു വരുന്ന ഒരാളാണ്. ഞാൻ കല്യാണം കഴിച്ചത് തന്നെ ഒരു മുസ്ലിം കുട്ടിയായിരുന്നു. അവൾ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അവൾ ക്രിസ്ത്യനായി. ഞങ്ങളിവിടെ ജീവിതം അങ്ങനെ എന്താ പറയുക കെട്ടിപ്പടുത്തി പോകുന്നു. അപ്പോൾ പലരും കരുതിയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ മാരിയൻകാട്ടിലും പണക്കാരനാണ് ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിലൊക്കെ കമൻറ്റ് കെട്ടിയിരുന്നു. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കണം എന്നുണ്ട്. സത്യത്തിൽ 2023 ഏകദേശം ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ഫിലോക്കാലിയിൽ നിന്ന് ഒഫീഷ്യലായിട്ട് റിസൈൻ ചെയ്യുന്നത്. മനസ്സിലായി? 23 ഓഗസ്റ്റിൽ ഏകദേശം 2.5 വർഷത്തിൻ്റെ മുകളിലായി ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം ഓൺ ബിസിനസ് നടത്തുന്നത്. 2020 ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. കേരള കാർസ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അന്ന് തൊട്ടിട്ട് ഇപ്പോൾ ഈ കാണുന്ന 25 വരെ ഉള്ളത് എനിക്കതിന് വരുമാനമുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്നത് വണ്ടികൾ എടുത്തു കൊടുക്കുന്നത് ഞാൻ ചാരിറ്റി ആയിട്ടല്ല, ഞാൻ കമ്മീഷൻ പറഞ്ഞ് മേടിച്ചിട്ടാണ്. അത് വണ്ടികളെ സംബന്ധിച്ച് എന്ത് വർക്ക് എടുത്താലും എനിക്ക് എൻ്റെ സർവീസ് ചാർജ് കിട്ടാതെ ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന വീടും വണ്ടികളും ഒക്കെ മേടിച്ചിരിക്കുന്നത്. അതും വീട് മേടിച്ചു എന്ന് പറഞ്ഞാലും ഇപ്പോഴും അത് എൻ്റെ പേരിലല്ല മീൻസ് ഞാൻ എന്താ പറയുക ബിനാമി വെച്ചേക്കല്ല കേട്ടോ. അതിൻ്റെ ഫുൾ കാശ് ഞാൻ കൊടുത്തിട്ടില്ല. അത് ഫുൾ കൊടുത്താൽ മാത്രമാണ് എനിക്ക് ആധാരം എഴുതാൻ പറ്റുള്ളൂ. വണ്ടിയാണെങ്കിൽ തന്നെ ലോണില്ലാതെ മേടിച്ചെങ്കിലും അത് വേറൊരാളെന്നെ സഹായിച്ചിട്ടാണ്. ആ ആൾക്ക് ഞാൻ ആ പൈസ പതുക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. കാരണം അതിന് ഞാൻ മാരിയോ എന്നെന്തോ കോടികളെ നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്തു, ലക്ഷങ്ങൾ നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്തു എന്നൊന്നും പറയാനും പറ്റില്ല, തന്നിട്ടില്ല. അത് അവർക്ക് പ്രൂവ് ചെയ്യാം. ഞാൻ അതിനും വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലും കാര്യങ്ങൾക്കും ഞാൻ എന്ത് തരത്തിൽ വേണമെങ്കിലും ഇതാക്കാൻ നിൽക്കും. ഒരു വലിയൊരു കോമഡി ഞാൻ അന്നത്ത് പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തെ ഇവിടെ ഒരു വീട് താമസിക്കാൻ റെൻറ്റിന് എടുക്കേണ്ടി വന്നു. കാരണം ഇവരെനിക്ക് താമസിക്കാൻ തന്ന വീട്ടിൽ എന്നോട് പെട്ടെന്ന് കയറരുതെന്ന് ചേച്ചി പറഞ്ഞു. ചേച്ചി ഞാൻ തമ്മിൽ അന്ന് എന്തായാലും ചെറിയൊരു ക്ലാഷ്, ഒരു ഈഗോ ക്ലാഷ് അത്രേ ഉള്ളൂ. അത് പിന്നെ ഞാൻ വിട്ടു കേട്ടോ. പക്ഷേ എൻ്റെ ഭാര്യ ഇപ്പോൾ അത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ഭയങ്കര സങ്കടം. കാരണം അന്ന് അവിടെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് പറഞ്ഞു ഞങ്ങൾക്ക് താമസിക്കാൻ വീട് തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൊന്നും ഇവിടെ താമസിക്കാൻ പറ്റില്ല, നീ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാമോ.
ഇവിടെ ഉറുമ്പുംകുന്ന് സെൻറ്ററിൽ ഓട്ടോ ഓടിക്കുന്ന ചാലക്കുടി കോട്ടയിൽ ഉറുമ്പുംകുന്ന് പറഞ്ഞ സ്ഥലത്ത് ഓട്ടോ ഓടിക്കുന്ന വിജേഷ് എന്ന്, അത് കൊച്ചുണ്ണി എന്ന് വിളിക്കുന്ന ചേട്ടൻ്റെ പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ കൈ കിടക്കുന്ന വളയും മാലയും കൊണ്ട് പണയം വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് താമസിക്കുന്ന വീടിന് അഡ്വാൻസ് കൊടുക്കാനും അവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എനിക്ക് മേടിച്ചു തന്നത്. മനസ്സിലല്ല, അല്ലാതെ വേറൊരു വ്യക്തിയല്ല. ആ വ്യക്തി അവിടെ ഉണ്ട്. ആ ഉറുമ്പുംകുന്ന് സെൻറ്ററിലെ പല ആളുകൾക്കും ആ കഥ അറിയാം. അന്നും ചേച്ചിയെക്കുറിച്ച് ഇവിടെ പലതരത്തിലുള്ള മോശങ്ങളും കാര്യങ്ങളും ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം ഞാനതൊക്കെ ഈ കഥ കൂടെ കേട്ട് ഇതുകൂടെ വിട്ടിരുന്നത്. ഇത് ഞാനിപ്പോൾ ഇത്രയും അധികം കാര്യങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞിട്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ മുമ്പേ ഇത് പറയാത്തതെന്ന് ചോദിക്കുന്ന ആളുകളോട് പറയുന്നതെന്ന് വെച്ചാൽ അവർ എനിക്കെൻ്റെ ചേച്ചിയെ പോലെ തന്നെയായിരുന്നു. ചില തെറ്റുകൾ എല്ലാവർക്കും പറ്റും, മനുഷ്യരല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഉള്ളിൽ ഒതുക്കി അങ്ങനെ പോവുമായിരുന്നു. കാരണം വെച്ചാൽ എന്താ പറയുക, നമ്മളൊരു വിട്ടുവെച്ച് ചെയ്ത് കൊടുത്താൽ മാത്രമല്ലേ അവർക്കും വളരാൻ പറ്റുള്ളൂ. നമ്മൾ വെറുതെ പറഞ്ഞ് നാറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി മിണ്ടാതിരുന്ന പലരും. ഇതിപ്പോൾ പക്ഷേ നിവൃത്തികേട് കൊണ്ടാണ്. കാരണം ഞാൻ ഹോമോസെക്ഷൽ ആണ് എന്താണെന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കളിയാക്കലുകളും കാര്യങ്ങളും. പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ചും കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം നമ്മളോട് അങ്ങനെ ആളുകൾ ഒരു സംസാരം കമൻറ്റ് നമ്മുടെ വീഡിയോയുടെ താഴേക്ക് വരാൻ തുടങ്ങിക്കൊണ്ട് ഇതിൻ്റെ സത്യം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഇരുന്ന് പറഞ്ഞാൽ പോരാ, പ്രൂഫ് അടക്കം കാണിക്കണം. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഇത് മാത്രമല്ല, ഇനി കൂടുതൽ ചൊറിയാൻ വന്നാൽ കൂടുതൽ സത്യങ്ങൾ നമ്മൾ ഇനിയും ചിലപ്പോൾ പുറത്ത് പറയേണ്ടി വരും. അതായത് രണ്ടു കൂട്ടർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പം മരിയോന്റെ ഒരു ബൈറ്റിൽ കണ്ട ഒരു അഭിമുഖത്തിൽ കണ്ടതാണ്. അതായത് ജിജി ഒരു ഈസ്റ്റർ ദിനത്തില് മദ്യപിച്ച് തന്നെ ആക്രമിച്ചിരുന്നു. അതിന്റെ മുറിവുകൾ തന്റെ ശരീരത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞത്, കത്തി കൊണ്ട് കുത്തി എന്നാണ് പറഞ്ഞത്. അതെ അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഉണ്ടായിട്ടുണ്ട്. കാരണം ആ വിഷയം കേട്ടിട്ട് പുള്ളി എന്നെ വിളിച്ചായിരുന്നു. അതായത് ഞങ്ങൾ തമ്മിൽ സത്യം പറഞ്ഞാൽ നല്ലൊരു സുഹൃത്തുക്കളോ അതിനപ്പുറം ഒരു ആത്മമിത്രങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം, അതുപോലത്തെ ഒരു ഇതായിരുന്നു. കാരണം ഈ മാരിയോ ബ്രദറിന് ഒരുപാട് ഫ്രണ്ട് സർക്കിളൊന്നുമില്ല. വളരെ വിരലിൽ എണ്ണാവുന്നതാണോ, അതിൽ വളരെ ക്ലോസ് ആയി നിൽക്കുന്നവർ വളരെ കുറച്ചുള്ളൂ. കാരണം അധികം പേരും ക്ലോസ് ആയി വരുമ്പോഴേക്ക് ചേച്ചി എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് അങ്ങ് മുടക്കി കൊടുക്കും. എന്നോട് പല സമയത്തും വന്ന് ബ്രദറിനെ കുറിച്ച് വളരെ മോശമായിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. ചേച്ചി പറഞ്ഞിട്ടുണ്ട്, എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെക്കുറിച്ച് ബ്രദറിനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഏതൊരു മനുഷ്യനായിക്കോട്ടെ, അവർ എനിക്കെന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ ഇവൻ ചേച്ചി നാളെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ട് ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന് ചേച്ചി എന്നോട് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ടുണ്ടല്ലോ, ചേച്ചിക്ക് കൂടെ നിൽക്കണമെങ്കിൽ ഞാൻ നിൽക്കും. അത് എൻ്റെ സ്വഭാവം, എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തരിക, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു നേരം ഇരിക്കുക ചെയ്യുന്ന ഒരാൾക്ക് ഒരു പ്രശ്നം വന്നാൽ അവരുടെ കൂടെ ഞാൻ നിൽക്കും. സത്യത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുക എന്ന് പറയും. അത് ന്യായമാണ് കേട്ടോ. വെറുതെ എന്തെങ്കിലും തെളിതരം കാണിച്ചിട്ട് എന്നെ വിളിച്ചാലൊന്നും ഞാൻ പോവില്ല. ന്യായത്തിൻ്റെ ഭാഗത്താണെങ്കിൽ ഞാൻ നിൽക്കും. ഇപ്പോൾ ഇതിനകത്ത് മാരി ബ്രദറിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നതിലും ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, പുള്ളി ഈ പറഞ്ഞ പോലെ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് പുള്ളിയുടെ കൂടെ ആരുമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പുള്ളിക്ക് അമ്മയില്ല, അപ്പനില്ല, ബന്ധുക്കാരില്ല, നാട്ടുകാരില്ല, ആരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യാത്ത സമയത്ത് ഞാൻ പോലും സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ആരുണ്ടാവുക? ഇപ്പോൾ ഒരു വിഷയം നടക്കണം, പുള്ളിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പറ്റി ഒരു സിറ്റുവേഷൻ വന്നാൽ, പുള്ളിക്കൊരു എമർജൻസി വന്നാൽ കൂടെ നിൽക്കാൻ ആരെങ്കിലും വേണ്ടേ? ഈ പറയുന്ന സ്റ്റാഫുകൾക്കാണെങ്കിലും ഒരു ലിമിറ്റ് ഇല്ലേ? എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, പുള്ളിയെ ബ്രദറിനെ നമുക്ക് ഒരു നേരം ഭക്ഷണം തന്നാലില്ലേ ഒരു സമയത്ത്, അതുകൊണ്ട് ഒഴിവാക്കരുത്, ഈ പ്രശ്നത്തിന് എന്താണെങ്കിലും കൂടെ നിന്നോന്ന് അവൾ ഫുൾ സപ്പോർട്ട് തന്നുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പുറകെ ഇറക്കിക്കണേ. അവൾ മാത്രമല്ല, എൻ്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തോ നീ അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ പുറകെ ഇത്രയായിട്ട് നിൽക്കുന്നത്. അതിനപ്പുറം ഞാനിവിടെ വരുമ്പോഴേ ഞാൻ ഈശോയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട്, എന്ത് വന്നാലും വെള്ളം മരിയവറിൻ്റെ കൂടെ പിടിച്ച് നിൽക്കും. അന്ന് മാമോദിസ സ്വീകരിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്ന്. പക്ഷെ അന്നും ഞാൻ ഈശോയ്ക്ക് കൊടുത്ത വാക്കാണ്, മരിയവറിൻ്റെ കൂടെ ന്യായമായ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത്. മദ്യപാനിയാണെന്നൊക്കെ പറയുന്നതിൽ വാസ്തവമുണ്ടോ? ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനതൊരു വലിയ വീഡിയോയുടെ ഇടയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത് പുറത്തു പോയാൽ പുള്ളിക്കാരി അത് അങ്ങനെ തർക്കിക്കുകയാണെങ്കിൽ എൻ്റെ ഫുൾ വീഡിയോ വിടാൻ ഞാൻ തയ്യാറാണ്. അത് കൂടുതൽ മോശം പുള്ളിക്കാരിക്ക് ചെയ്യുള്ളൂ. ഈ മദ്യപാനം കൊണ്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മദ്യപിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ, മദ്യപിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. ലഹരി മാത്രമാണ് പുള്ളിക്കാരിലെ പ്രോബ്ലം. ലഹരി ഇല്ലെങ്കിൽ നല്ല സ്ത്രീ, അവർ നല്ല സ്വഭാവം ചേച്ചിക്ക്. നല്ല കാര്യം പറയാം, നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അടിക്കാത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ട് വിചാരിച്ചു, നല്ല കാര്യം പറയാം. പേഴ്സണലി ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, നീ ചേച്ചിയോട് പോയി സംസാരിച്ച് നോക്കിയേ, ചേച്ചിക്ക് അത് ചെയ്യാൻ പറ്റുന്നതിന് ചെയ്ത് തരും പുള്ളി. ഒഴിവാക്കില്ല. അടിച്ചാൽ മാത്രമേ, ഈ ലഹരി കയറിയാൽ മാത്രമേ പുള്ളിക്കാരി പിശാചാവുള്ളൂ. അല്ലെങ്കിൽ നല്ല സ്വഭാവമാണ്. 10 രൂപ വെച്ചാൽ 20 രൂപ കൊടുക്കും. അവരെ കാര്യം അറിഞ്ഞ് മനസ്സിലാക്കി അതിന് ഏതറ്റം വരെ പോവാമോ അത് ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു വാശിയുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. അത് നല്ലതിന് ഉപയോഗിക്കാൻ ഒത്തിരി നല്ലതാണ്. ഞങ്ങൾ ആരും കുറ്റം പറയില്ല. ചേച്ചിനെ ഞാൻ അടുത്ത് പറയാം, ഞാൻ ഇവിടെ വന്ന സമയത്തൊക്കെ ആദ്യം ധ്യാനം മാത്രമേ ഉണ്ടായിരുന്നു. അന്നൊന്നും ഇങ്ങനെ കഴിക്കില്ല. പുള്ളിക്കാരി ഇങ്ങനെ കഴിക്കാൻ, ഡെയിലി കഴിക്കാൻ അങ്ങനത്തെ ഒന്നുമില്ല. കാരണം അത് കാശുമില്ല. അതുകൊണ്ടാണോ കഴിക്കാതെ? കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും മേടിക്കാൻ, കുപ്പി മേടിക്കാൻ പൈസ ഇല്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വളരെ നല്ല ഡീസൻ്റായിട്ട് പെരുമാറുന്നത്. അന്നും ഈ പറയുന്ന പോലെ എപ്പോഴും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അടിപിടി വെച്ചതൊക്കെ ഉണ്ടാവും. അപ്പോൾ പുള്ളി ഇവിടെ സ്റ്റുഡിയോയുടെ വന്ന് കിടക്കും, ചിലപ്പോൾ ഇവിടെ വന്ന് സ്റ്റുഡിയോയുടെ വന്ന് പല ടൈമിൽ കച്ചറ കൂടിയിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ വിശ്വാസം അല്ലെങ്കിൽ ചാലക്കുടി പരിസരത്തുള്ളവർക്ക് ഉറുമ്പുകുന്ന് ജംഗ്ഷനിൽ വന്നിട്ട് അന്വേഷിച്ചാൽ മതി. മനസ്സിലായി? പോട്ടെ ചാലക്കുടി ഭാഗത്തുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മീഡിയക്കാർക്ക്
ഇത് കാണുന്ന പല മീഡിയക്കാർക്കും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറുമ്പുകുന്ന് ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ കാണുന്ന ആ കടയിലോ അല്ലെങ്കിൽ അവിടെ ഓട്ടോ ഓടിക്കുന്നോ ആരെങ്കിലും അവിടുത്തെ ആൾക്കാരോട് ചോദിക്കുക. ഞാൻ പറഞ്ഞൊന്നും പറയണ്ട, അങ്ങനെ ഒരു എൻക്വയറി പോലെ നിങ്ങളൊന്ന് പോയി അന്വേഷിക്കും, അവർ പറയും ബാക്കി, ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാണുന്നതും വിവാഹം കഴിക്കുന്നതൊക്കെ എങ്ങനെയാണ്? കാരണം മര്യാദയും ഇവിടെ ഡിവൈനിലൊരു ധ്യാനത്തിന് വന്നതാണ് ചേച്ചി ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് അവിടെ ബൈബിൾ ക്ലാസ്സിൽ ചേർന്നു. അവിടെ നിന്നാണ് ബ്രദറിനെ അവർ മീറ്റ് ചെയ്യുന്നത്. അതൊരു ടെസ്റ്റ് മണി പോലെ അവർ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ ഒരു ലവ് പോലെ വന്നു, വീട്ടുകാർ സംസാരിച്ച് അവരെ കല്യാണം നാഗർകോവിൽ ശാന്തിയാശ്രമമുണ്ട് ക്രിസ്മസിൻ്റെ, അവിടെ വെച്ചായിരുന്നു അവരെ കല്യാണം നടന്നത്. ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാരണം ഇവർ ഈ ക്യാരക്ടേഴ്സിനെല്ലാം ഞാൻ പേഴ്സണലി അറിയും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോയിട്ടുണ്ട് നാഗർകോവിൽ ആശ്രമത്തിലേക്ക് ഞാൻ പോയി താമസമാണ്. അങ്ങനെയാണ് അവരെ കല്യാണം കാര്യങ്ങൾ നടക്കുന്നത്. അതിനുശേഷം അവർ പുറത്ത് 1-2 പ്രൈവറ്റായിട്ടുള്ള ഫേമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പൂർണ്ണമായിട്ട് ധ്യാനം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. പുള്ളി ലോകം മൊത്തം നടന്ന സുവിശേഷം പറഞ്ഞിരുന്ന ഒരാളായിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയ 1-2 എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് പുള്ളി കുറച്ച് കാലം പൂർണ്ണമായിട്ട് ചാരിറ്റി കാര്യങ്ങൾ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ ഈ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർ ചാരിറ്റി ചെയ്യുന്ന ആളുകളാണ്. കൂടാതെ ഇവരുടെ പ്രഭാഷണങ്ങൾ ഒരുപാട് ദമ്പതികൾ മാതൃകയാക്കി എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു വിഷയം വരുമ്പോൾ സോഷ്യൽ മീഡിയ അടക്കം പറഞ്ഞിട്ടുള്ളത് ഉപദേശം നൽകുന്ന ദമ്പതിമാർ, അതായത് കുടുംബം എങ്ങനെ നന്നായി കൊണ്ടുപോകാം എന്ന് പറയുന്ന ഉപദേശിക്കുന്ന ദമ്പതിമാർ അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇവർ ഇത്രയും കാലം പറഞ്ഞതിനും ഇവർ ഇത്രയും കാലം നൽകിയ ഉപദേശങ്ങളും അതൊക്കെ വെറുതെ ആയിപ്പോയി എന്ന തരത്തിലേക്കല്ലേ ഇപ്പോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകൾ അങ്ങനെയല്ലേ വിചാരിക്കുക? ഇവർ ഉപദേശിച്ച് ഒത്തിരി പേര് നന്നായി ഒന്നും കമന്റിന്റെ ഇടയിൽ കാണുന്നുണ്ട്. വളരെ രസമായിട്ട് ഇത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് വെച്ചാൽ, ഞാനൊക്കെ മുമ്പ് പല സമയങ്ങളിൽ സാക്ഷ്യം പറയാൻ മുമ്പിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും എന്നെ ഫോളോ ചെയ്യില്ലേ, അതായത് ഈ ഉപദേശമാണെങ്കിലും എന്ത് കേൾക്കുകയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ആ ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്ത് പോകരുത്. മനസ്സിലായി? ആ വ്യക്തി പറയുന്നതിൽ എന്തെങ്കിലും സത്യങ്ങളോ ന്യായങ്ങളോ ഉണ്ടെങ്കിൽ അത് എടുക്കുക, ബാക്കിയെല്ലാം നിങ്ങൾ വിട്ട് കളയുക. അത് നിങ്ങളുടെ ലൈഫിൽ ഗുണം ചെയ്തെങ്കിൽ അത് നിങ്ങൾ മുറുകെ പിടിക്കുക ആ നയം, അല്ലെങ്കിൽ ആ നയം നിങ്ങൾ വിടുക, അടുത്തത് എന്താണെന്നുള്ളത് തേടിപ്പോവുക. അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവർ ഇതിനൊക്കെ അപ്പുറം ഇവർ സോഷ്യൽ മീഡിയയിൽ ഇതാക്കുന്നവരാണ് ഇതാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന 10-20 വർഷം അവരെ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇത് എന്നെ അടിച്ച് പിരിഞ്ഞ് തന്നെ. പുള്ളിക്ക് അത്രയും ക്ഷമയും താഴ്വോടെ നിന്നുകൊണ്ടാണ്. ഇതിപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വിഷയം പലതരത്തിൽ ഇതിൻ്റെ ഉള്ളിൽ വളരെ പല ആളുകളെയും വെച്ച് ഇത് മധ്യസ്ഥ പറഞ്ഞത് തീർക്കാൻ ട്രൈ ചെയ്തതാണ്. ഒരുപാട് വട്ടം ട്രൈ ചെയ്തതാണ്. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ബോർഡ് മീറ്റിംഗ് കൂടിയൊക്കെ നമ്മുടെ തെളിവുണ്ട്. അങ്ങനെ ആ ട്രൈ ചെയ്ത സമയത്ത് പോലും പുള്ളിക്കാരി ചെയ്ത കുറ്റം അംഗീകരിച്ചെങ്കിലും പുള്ളിക്കാരി അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയാനോ ആ എടുത്ത മുതൽ തിരിച്ച് ട്രസ്റ്റിലേക്ക് അടയ്ക്കാനോ പുള്ളിക്കാരി തയ്യാറായിട്ടില്ല. മനസ്സിലായി? ഇപ്പോൾ ഈ പറയുന്ന ഫൗണ്ടേഷനിലേക്കും ആ വീഡിയോയിൽ ഞങ്ങളുടെ ഒരു ഓഡിയോ ലീക്കല്ല, അതിലും പറയുന്നുണ്ട് ചേച്ചി വന്നതിന് ശേഷം അജ്മലിനെ ഒഴിവാക്കാം എന്ന് പറയുന്നുണ്ട്. എന്നെ വരുത്താതെ എന്തുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഉത്തരം ഞാൻ പറഞ്ഞുതരാം, വേറൊന്നുമില്ല. അത് ഇതൊരു NGO ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് എന്താ വെച്ചാൽ അതൊരു സോഷ്യൽ ട്രസ്റ്റാണ്, ഫാമിലി മെമ്പേഴ്സ് അല്ല നടത്തുന്നത്. അപ്പോൾ അതിൽ ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്ഥാനത്തേക്ക് വേറെ ആരെങ്കിലും എന്നെക്കാട്ടിലും കൂടുതൽ പഠിപ്പും വിദ്യാഭ്യാസവും ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ള ഒരാൾ അവിടെ വന്നു വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ക്രമക്കേടുകൾ ഇതിനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് ചോദ്യം വരും. മറ്റേത് ട്രസ്റ്റിൽ, ചാരിറ്റബിൾ ട്രസ്റ്റിൽ ആരുള്ളത്? പുള്ളിക്കാരിയുടെ അമ്മ, അപ്പൻ, അവരുടെ എന്താ പറയുക അടുത്തേം വേണ്ടപ്പെട്ട ഒരു ആൽബി എന്ന് പറയുന്ന ചേട്ടനാണ്. ബ്രദറിന് എന്തോ റോളില്ല. അവർ വിചാരിക്കുന്ന പറഞ്ഞാൽ ചാറ്റ് എടുക്കുള്ളൂ. പക്ഷേ ഫൗണ്ടേഷനിൽ വന്ന അങ്ങനെയല്ല. അപ്പോഴും ഈ പറഞ്ഞതാ ഇതിലേക്ക് എടുത്ത് ചേച്ചിയെ എടുത്ത് അഡോണയെ എടുത്ത് ഈ കാര്യങ്ങൾ നല്ല ലെവലിൽ ആയിക്കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്ന ലെവലിൽ ട്രസ്റ്റിൽ നിന്ന് അവർ മുഖ്യ ഫണ്ട് തിരിച്ചടച്ച് അതിനെ അവർ ചാരിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പുറത്താക്കും. അല്ലാതെ പുള്ളി അവരെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. ആ വിശ്വസിക്കില്ല എന്നുള്ള പറയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 10-20 വർഷം കൂടെ കടന്ന ഹസ്ബൻഡ് പോലും അറിയുന്നത് സ്വത്ത് സമ്പാദിച്ചു. അത് ചോദിച്ച സമയത്ത് ആളെ കത്തിയെടുത്ത് കുത്തി കൊല്ലാൻ വരെ നോക്കി. അങ്ങനെയുള്ള ആളെ എന്തു വാക്കിൽ വിശ്വസിക്കും? മനസ്സിലല്ല? അതാണ് എൻ്റെ കാര്യം. അല്ലാതെ ഇവർ ഇത് ഒരിക്കലും എന്താ പറയുക ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് ഈ കുടുംബം പിളർത്തിക്കൊണ്ട് പോകാനോ ഈ സ്വത്തെല്ലാം പാടെ കൊണ്ടുവെട്ടാനോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിൽ ആ കൊച്ചിനെ വരെ അവർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ദേവസ്യാങ്കടി മാഷും അജ്മലും വന്നിരിക്കുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്വത്ത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണമെന്നാണ്. ഒന്നാമത്തെ കാര്യം, ട്രസ്റ്റിൻ്റെ സ്വത്ത് ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു ഭാഗം, അതായത് അവർ മാധ്യമങ്ങളിലെല്ലാം അവർ തെറ്റായി അവർ പ്രചരിപ്പിച്ചൊരു കാര്യമാണ്. അത് അവർ അറിവില്ലായ്മ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അതിനെക്കുറിച്ച് വക്കീൽ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ ഇരുന്നവർ പറഞ്ഞാണ് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ രജിസ്റ്റർ ചെയ്ത സംഭവമാണ്. അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തെന്നാണ് ഗൂഗിളൊക്കെ നോക്കുമ്പോൾ കാണാം. അപ്പോൾ ഇതിന് പ്രോഫിറ്റും ലോസും വരും. ആ പ്രോഫിറ്റ് ഞങ്ങൾ ഡയറക്ടേഴ്സ് എന്താ പറയുക ഡിവൈഡ് ചെയ്തെടുക്കുന്നു. ഇത് NGO ആണ്, ഇതിനകത്ത് പ്രോഫിറ്റും ലോസും ഇല്ല. ഇത് പക്ക നമ്മൾ എന്താണോ ബൈലോ പ്രകാരം പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്തുള്ള ഡയറക്ടേഴ്സ് ബോർഡ് മെമ്പറിനും തന്നെ അതിൽ നിന്നും അക്കൗണ്ടിൽ നിന്നും ഒരു കാര്യത്തിനും ഈവൻ പേഴ്സണൽ വണ്ടിക്ക് പോലും എണ്ണടിക്കാൻ പൈസ കിട്ടൂല. ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ
അത് ഞാനിവിടെ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, ഞാൻ ലീഗലി ഇവിടെ ജോയിൻ ചെയ്തിരിക്കണം, മന്ത്ലി ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ കാണിക്കണം. അതിന് എന്താണോ എനിക്ക് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് 1 രൂപ കൂടുതലോ കുറച്ചോ എടുക്കാനും പറ്റൂല. അപ്പോൾ ചേച്ചിയെ സംബന്ധിച്ച് അങ്ങനെ ഫൗണ്ടേഷനിലേക്ക് ജോയിൻ ചെയ്താൽ ഈ പറഞ്ഞ ലെവലിൽ ആഡംബര ലൈഫ് നടക്കില്ല. കാരണം പുള്ളിക്കാരിയുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് പുള്ളിക്കാരിക്ക് കൊടുക്കാവുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിനപ്പുറം കിട്ടൂല. അതാണ് വിഷയം. അതും പുള്ളിക്കാരിയോട് പറഞ്ഞിരുന്നു. ഫൗണ്ടേഷനിൽ ചേരുന്ന സമയത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രദർ പറഞ്ഞത് മസ്റ്റായിട്ടും പറഞ്ഞു, ഫാമിലി അക്കാഡമിയുടെ കൗൺസിലിംഗ് കാര്യങ്ങൾ ചെയ്യുന്ന അക്കാഡമി ഉണ്ടല്ലോ അതിൻ്റെ ഇൻചാർജ് മാത്രമേ കൊടുക്കുകയുള്ളൂ, വേറെ സാമ്പത്തികമായ ഒരു കാര്യങ്ങളിലും കൈകടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത് പുള്ളിക്കാരിക്ക് പറ്റിയില്ല. അതാണ് വിഷയം. ഈഗോ രണ്ടുപേരും കൊണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോൾ ബ്രദറിനെ മാത്രമേ അയച്ചില്ല. ചില കാര്യങ്ങളിൽ പുള്ളി മുമ്പേ പുള്ളിയുടെ ഈഗോ വെച്ച് ഇരുന്നുകൊണ്ടാണ് ഈ വിഷയം ഇത്രയധികം ആയത്. അല്ലെങ്കിൽ അന്നേ പുള്ളി ആ ഈഗോ വിട്ട് ഇതിനൊരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാം അന്നേ ശരിയാണ്. ഇപ്പൊ ഇങ്ങനെ വാർത്തയൊക്കെ വന്ന സ്ഥിതിക്ക് മറുപുറത്ത് ജിജിയെ ഒരു വിക്ടിമായിട്ട് എല്ലാവരും കാണുള്ളൂ. കാരണം തലക്കടി ഏറ്റു, ഭർത്താവിൽ നിന്ന് മർദ്ദനമേറ്റു എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നിട്ടുണ്ടാവുക. നിലവിൽ മരിയോയുടെ അവസ്ഥ എന്താണ്? കാരണം ഇത്രയും വലിയൊരു വാർത്ത വരുന്നു. അല്ല, മാത്യു ബ്രദറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ എന്ന് പറയുന്നത്, കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന പോലെ എന്ന് വിചാരിക്കും. കാരണം പുള്ളി അതാ പറഞ്ഞത്. പുള്ളി കഴിഞ്ഞ ദിവസം ഷാജൻ സ്കറിയൊക്കെ മറുനാടൻ മലയാളിയില്ലേ, അവിടെ പോയിട്ട് വാർത്ത കൊടുത്ത് അവിടുന്ന് മുതൽ ഒരു കോംപ്രമൈസ് ടോക്കിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ പുള്ളിക്കാരി വഴങ്ങിയില്ല. അവിടുന്ന് വരുമ്പോഴേ പുള്ളി കുറച്ച് ഗ്ലൂമി ആയിരുന്നു. കാരണം മോളുടെ വോയിസ്, അതായത് അമ്മയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മോളെ കൊണ്ടുപോയി ബലി കൊടുത്തു. ഞങ്ങൾ ആരും വിഷയമല്ല. ആ മോൾക്കൊരു ഭാവിയുണ്ട്, അതിൻ്റെ കല്യാണം, കാര്യങ്ങൾ, ജോലി എല്ലായിടത്തും ബാധിക്കും. ആ കുട്ടി സൈക്കാട്രി ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്നത്. നാളെ ഒരു കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ ചോദിക്കില്ല, നീ നിൻ്റെ അപ്പനോട് സംസാരിച്ച് എങ്ങനെയല്ലേ ചോദിച്ചാൽ മാനം കെട്ടില്ലേ. ഇതൊക്കെ പറഞ്ഞ പുള്ളി ഭയങ്കര ഗ്ലൂമിയായിരുന്നു. അതിനുശേഷം രാവിലെ പുള്ളി എന്നോട് പോലും പറയാതെ എൻ്റെ വീട്ടിലോട്ട് വന്നു. ഞാനപ്പോൾ അവിടെ ചെറിയൊരു ഇതിലൊരു ഓൺലൈൻ ചാനൽ വന്നിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും പുള്ളിക്കാരനെ എൻ്റെ ഭാര്യയോട് കൈ കൂപ്പിയിട്ട് തന്നെ സോറി പറഞ്ഞു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ പല പഴക് വാക്കുകളും നീ കേൾക്കും. മനസ്സിലായില്ലേ? അവരെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരമാണെങ്കിലും സോഷ്യൽ മീഡിയ കൂടി വിളിച്ച് പറയും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണടാ. കാരണം വെച്ചാൽ നിനക്കൊരു കുടുംബമുണ്ട്, എൻ്റെ കുടുംബം ഇങ്ങനെയായി, അത് ഇനി ഞാൻ പറഞ്ഞ അവൾ കേൾക്കുന്നില്ല. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ, നീ വെറുതെ എന്തിനാ എനിക്ക് വേണ്ടി കഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു, പോട്ടെ ബ്രദറെ, എന്തോ എന്തായാലും വേണ്ട, ഞാൻ കൂടുണ്ട്. വേണ്ട, നമുക്കിതൊക്കെ നിർത്താം. അത് എന്നോട് മാത്രമല്ല, പുള്ളി ദേവസ്വം മാഷോടും പറഞ്ഞു. ദേവസ്വം മാഷോടൊന്ന് പോയി, അവർ തിരിച്ച് കാസർഗോഡ് അവരുടെ വീട്ടിലോട്ട് പോയി. ബ്രദർ ഇപ്പോൾ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്നെ 1-2 നമ്പറിന്ന് വിളിച്ചു. തമിഴ്നാട് എവിടെയുണ്ട്. കാരണം എന്നെ വിളിച്ച നമ്പറാണ് തിരിച്ച് വിളിച്ചപ്പോൾ തമിഴാണ്. അപ്പോൾ 1-2 ഷോപ്പുകളിലും കാര്യങ്ങളൊക്കെയാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രദർ ഇപ്പോൾ പ്രസൻ്റ്ലി പുള്ളി എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ പുള്ളിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ പുള്ളി സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു. പക്ഷേ അവർ പറഞ്ഞല്ലോ ഫൗണ്ടേഷൻ ഒഴിവാക്കുന്നല്ല പറഞ്ഞത്. അപ്പോൾ ഫൗണ്ടേഷൻ നിർത്തുന്നു, ട്രസ്റ്റിൽ നിന്നും പുള്ളി രാജിവെക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫൗണ്ടേഷൻ്റെ കീഴിൽ നമ്മൾ ആക്ച്വലി ഒരു 2-3 വീടുകൾ ഏറ്റെടുത്തിരുന്നു. അതൊരു വീട് ചെറിയൊരു കൂര പോലത്തെ പൊളിച്ചിട്ട് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രായമായ ഒരു അമ്മയും 2 മക്കളും ഉള്ളൂ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ആലപ്പുഴയിലും കോട്ടയത്തും ഇതേപോലെ ഓരോ നമ്മൾ വാക്ക് കൊടുത്തിട്ട് തറക്കല്ലിട്ടിട്ട് ചിലത് തറപ്പണി തുടങ്ങിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലും ചെറിയൊരു എമൗണ്ട് ഉള്ളൂ. ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിൽ തന്നെ വളരെ ചെറിയൊരു മിനിമലായിട്ടുള്ളൊരു എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഈ പറഞ്ഞ വീടുകൾ പണി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെയും ആരെങ്കിലും കൈകാലം പിടിച്ചിട്ടാണെങ്കിലും വേണ്ട. അല്ലെങ്കിൽ പുള്ളിയുടെ പേരിൽ ഇവിടെ ഒരു ഓർമ്മ ചെറിയൊരു വീടുണ്ട്, അതിൽ ലോൺ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വിറ്റ് എന്ത് കിട്ടുമെന്ന് അറിയില്ല. അത് വിറ്റിട്ടാണെങ്കിലും വേണ്ട, ഈ വീടിൻ്റെ പണി എങ്ങനെയും ഒന്ന് തീർക്കണം എന്ന് പുള്ളിക്ക് ഒരാഗ്രഹമുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ അത് ഒന്ന് തീർക്കണം എന്നാണ് പറഞ്ഞത്. അത് തീർത്തിട്ട് പുള്ളി ഈ ഓഫീസ് ഒഴിവാക്കാൻ പറഞ്ഞത്. ഇതിന് ഓൾറെഡി നമ്മൾ 5 മാസത്തെ വാടക അഡ്വാൻസ് കൊടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 മാസം നമ്മൾ ഇനി വാടക കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 5 മാസത്തിനുള്ളിൽ എങ്ങനെയും അത് തീർത്ത് നമുക്കിതെല്ലാം വൈൻഡപ്പ് ചെയ്യാമെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഇനി പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പേർക്ക് വിളിച്ച് സപ്പോർട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പുള്ളി വന്നൊന്നും വരാം. അത് ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം എന്താണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ ആ വീടുകൾ, ആ 3 വീട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ, അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജനങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിന് സത്യം മനസ്സിലാക്കുന്ന ആളുകൾ. കാരണം ഇനി ട്രസ്റ്റിലേക്കോ ഫൗണ്ടേഷനിലേക്കോ നിങ്ങൾ കാശ് തരണമെന്നില്ല, കൊടുക്കണമെന്നില്ല. അതും പുള്ളി പറഞ്ഞു. നേരിട്ട് എന്നോട് പറഞ്ഞു, ആരെങ്കിലും വരും അവരെ നേരിട്ട് കൊണ്ടേ കൊടുക്കുക, കോൺട്രാക്ടറെ കാണിച്ചു കൊടുക്കുക. വീട് പണിത് കൊടുത്താൽ മതി. വീട്ടുകാർക്ക് നേരിട്ടാണെങ്കിലും വീട് പണിത് കൊടുത്താൽ മതി. കാരണം അവരെ തെരുവിൽ കടത്താൻ പറ്റില്ലല്ലോ. നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് ചിലപ്പോൾ വേറെ സംഘടനക്കാർ ഏറ്റെടുക്കാൻ നിന്നത് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും. ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഭാര്യ ചതച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പുള്ളി അതിനോട് പറഞ്ഞു, വണ്ടി വിറ്റിട്ടാണെങ്കിലും വേണ്ട, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ട, അതെങ്ങനെയും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞ പുള്ളി ആത്മീയതയിലേക്ക് തന്നെ പോകാം. ആത്മീയതയിലേക്ക് പോകുന്ന പറഞ്ഞപ്പോൾ പറയും ആളിനി നാളെ തൊട്ട് ധ്യാനം തുടങ്ങാനാണ്.
ആൾ സോഷ്യൽ മീഡിയനെ ഒഴിവാക്കി ധ്യാനത്തിനോ കാര്യങ്ങൾക്കൊന്നുമല്ല പറഞ്ഞു. സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഈശോയോട് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിച്ച് കുറച്ച് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വായിച്ച് അങ്ങനെ ലൈഫ് തീർക്കാം, ഏതെങ്കിലും ആശ്രമത്തിൽ എന്തെങ്കിലും എന്നാണ് പുള്ളിയുടെ പ്ലാൻ. അതാണ് ഇപ്പോൾ പുള്ളി പറഞ്ഞിട്ടുള്ളത്. എല്ലാം തമ്പുരാന്റെ കയ്യിൽ, എനിക്കറിയില്ല എന്താവും എന്നുള്ളത്. പക്ഷേ എന്നോട് പോലും കോൺടാക്ട് വെക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് എനിക്കൊരു ഇന്നതെന്ന് പറഞ്ഞ തീരുമാനം പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇപ്പം ഞാൻ ഇരിക്കുന്നു. അതിപ്പം അദ്ദേഹത്തെ ഇപ്പൊ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾ അദ്ദേഹം മതം മാറിയ കാര്യമൊക്കെ അറിയുന്നത്. ആ സമയത്തും ഇപ്പോൾ അതൊരു ബാഡ് കമന്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ആദ്യം മുസ്ലിം ആയിട്ട് ക്രിസ്ത്യനായി മാറി. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇവർ തമ്മിലൊരു പ്രശ്നം വന്നപ്പോൾ ജിജിയും അത്തരത്തിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ മുസ്ലിം ആയിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞോട് കൂടിയിട്ട് എൻ്റെ പേഴ്സണൽ, ഞാൻ വണ്ടിയുള്ള ചാനൽ ചെയ്തിരുന്നു, അതിനകത്ത് മുമ്പ് കമൻറ്റ് ഇട്ടിരുന്നവർ വരെ എന്നെ ഇപ്പോൾ വിളിച്ചിട്ട് വേറെ ലെവലിൽ തെറിയൊക്കെ പറയണം മുസ്ലിംസ്. അത് അവർക്കതൊരു ദേഷ്യമാണ്. ചിലപ്പോൾ അവരെ കമ്മ്യൂണിറ്റി നമ്മൾ പോകുന്നുണ്ടായിരിക്കും, അറിയാത്തോണ്ടല്ലേ, അറിവില്ലാത്തോണ്ടല്ലേ. അതേപോലെ തന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ തന്നെ ഒരുപാട് പേര് വളരെ മോശപ്പെട്ട ലെവലിലൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ചിലരെ കാരണപ്പോൾ തിരുത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടോ, ആദ്യത്തെ വീഡിയോ വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ട് വരുന്നത്. ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് എന്നോട് സോറി പറഞ്ഞ ആൾക്കാരുണ്ട്. ഇന്ന് ചാലക്കുടിയിൽ നിന്ന് ഒരാൾ വിളിച്ചു, ദേവസ്വമാശ ഞാൻ വളരെ മോശപ്പെട്ട ലെവലിൽ കമൻറ്റ് ഇട്ടു, ഞാനത് ഡിലീറ്റ് ചെയ്തു, പക്ഷെ എനിക്ക് എന്തായാലും മനസ്സിൽ തന്നെ വല്ലാതെ ഇതാവുന്നു, എനിക്ക് മാഷ നമ്പറും തരാമോ അല്ലെങ്കിൽ മാഷ ഒന്ന് കാണിച്ചു തരാമോ, സോറി പറയാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളുകൾ പലരും തിരുത്തി വരുന്നുണ്ട്. ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഇത് പലരും പറയും. പിന്നെ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു സൈഡ് മാത്രമല്ല, രണ്ട് സൈഡും കേൾക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ രണ്ട് സൈഡും മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കും മാക്സിമം. പ്രത്യേകിച്ച് ഇതുപോലത്തേക്ക് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ രണ്ട് ഭാഗം കേൾക്കാത്ത ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ടാണ് സംസാരിക്കുന്ന അത് സ്വാഭാവികം. അതെന്ന് വെച്ചാൽ ഒരു ലേഡിയാണ്. ആ ലേഡിയെക്കുറിച്ച് പെട്ടെന്നൊരു വാർത്ത വരുന്നു. ആ വാർത്ത വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മാത്യു ബ്രദറിന് നാട്ടിലില്ല. കാരണം ഇവർ അതിൻ്റെ FIR ഒരു 118 എന്നുള്ളൊരു വകുപ്പ് എടുത്തുകൊണ്ട് അത് നോൺ പെയിലബിൾ ആണ്. പുള്ളിക്ക് ഇവിടെ കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല. അപ്പം പെട്ടെന്ന് പുള്ളിക്ക് ഇതിനോട് പ്രതികരിക്കാൻ പറ്റിയില്ല. അത് പിന്നെ 13-ാം തീയതി കോർട്ടിലാണ് ഇതിനൊരു ഇത് വന്നത്. പുള്ളിക്ക് ബെയിലല്ല സത്യം പറഞ്ഞാൽ, ആക്ച്വലി നോട്ട് അറസ്റ്റ് വെച്ചു. കാരണം കേസിന് അതിൻ്റെതായ ഇതില്ലാത്ത നിലവില് കേസ് എടുത്തിട്ടുണ്ടോ, എന്താണ് കേസ് FIR എടുത്തതല്ലേ, അത് കോടതിയിൽ ഞാൻ പറഞ്ഞില്ല, വിചാരണ നടക്കാണ്. അത് കോടതിയിൽ വിധി പറഞ്ഞാൽ നമുക്ക് എന്തൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ സങ്കടവും കാര്യങ്ങളും പുള്ളിക്കുണ്ട്. അത് ഇപ്പൊ പുള്ളി ഇപ്പൊ പറഞ്ഞേക്കെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ ഒളിച്ചോടിക്കോ പോയിരിക്കുന്നല്ല. പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇതിലെല്ലാം തീരുമാനമാക്കി. ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഇതിലെല്ലാം പുള്ളി വ്യക്തമായ തീരുമാനങ്ങളാക്കിയിട്ട് മാറും. എന്നോടും പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യം, ഞാനിപ്പോൾ ഈ ഓഫീസിൽ എന്തുകൊണ്ട് വന്നിരിക്കുന്നു, ഫിലോകല ഫൗണ്ടേഷൻ ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വന്നിരിക്കുന്നു പറഞ്ഞാൽ പുള്ളി പറഞ്ഞ മാഷക്ക് അതിനുള്ള ആരോഗ്യമില്ല, പുള്ളിക്ക് ഇപ്പോൾ അവിടെ വിശ്വസിച്ച് ഇന്ന കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഒരാളില്ല. എന്നോട് പുള്ളി പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ ലെവലിൽ ഈ വർക്കുകൾ കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യുക, ഇതിന് വേണ്ട ഇത് ഓഫീസും കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യല്ല, ഒഫീഷ്യലായിട്ടുള്ള ആവശ്യങ്ങളൊന്നും ഈ റൂൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം. ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ബിസിനസ്സായിട്ട് പുറത്ത് പോവുകയാണ്. പോയി വരുമ്പോഴേക്ക് ഇതിനൊക്കെ ഒരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാക്കിയേ പറ്റും. മാത്രമല്ല ഇപ്പൊ തർക്കം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകളോ ഒന്നുമല്ല ചർച്ചയായത്. ശരിക്കും പറഞ്ഞാൽ അജ്മലിന്റെ പേര് തന്നെയാണ് ചർച്ചയായത്. അത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചയായി മാറിയിട്ടുള്ളത്. അതിനിടയിൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ ഫൗണ്ടേഷൻ ബാക്കി വെക്കാൻ പോകുന്ന ബാക്കിയായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പൊ ചർച്ചയാവുന്നില്ലല്ലോ. അതെന്താ സംബന്ധിച്ചാൽ ഈ അജ്മലിൻ്റെ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. ഇത് ആക്ച്വലി നമ്മുടെ മരിച്ചുപോയ മൈക്കിൾ കാരിമറ്റ അച്ഛൻ, ഇപ്പം അടുത്ത അച്ഛൻ മരിച്ചത്, അച്ഛനാണ് എന്നോട് പറഞ്ഞത് നീ നിൻ്റെ പേര് ഒഫീഷ്യലി മാറ്റണ്ട. കാരണം പുള്ളി മാരിയോ ജോസഫ് എന്നുള്ള പേരിന് മുമ്പ് സുലൈമാനായിരുന്നു. അപ്പോൾ അജ്മൽ ഇതുപോലെ പേര് മാറ്റി, എൻ്റെ മാമോദിസ പേര് സാംസൺ എന്നാണ്. അതും അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നീ അജ്മലിൻ്റെ പേര് വെച്ചാൽ നിന്നോട് വന്നിട്ട് ഇസ്ലാം എന്നുള്ള ലെവലിൽ സംസാരിക്കുമ്പോൾ നീ പറയാം ഞാൻ ഇസ്ലാം അല്ല ക്രിസ്ത്യൻ എന്ന് പറയാം. അത് വാസ്തവമാണ്. കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ നടത്തേണ്ട ഒത്തിരി പേര് എന്നെ അജ്മലിക്കാന്ന് വിളിക്കും. ഞാൻ പറയും അയക്കല്ല കേട്ടോ ചേട്ടനാണെന്ന് പറയും. അപ്പോൾ അജ്മലിന് ഞാൻ പറയില്ല ഞാൻ ഇങ്ങനെ കൺവെർട്ടഡ് ആവും. അപ്പോൾ അവരെൻ്റെ സ്റ്റോറി ചോദിക്കും. അപ്പോൾ ഈശോയെക്കുറിച്ച് പറയാനുള്ളൊരു ഇതല്ലേ. കാരണം ഞാൻ ഒരിക്കലും എന്താ പറയുക, പലരും കരുതും ഞാൻ ഏതെങ്കിലും പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറിയവനാണ്. അല്ല, എൻ്റെ നാട്ടിലോ വീട്ടിലോ എൻ്റെ മുമ്പത്തെ നാട്ടിലോ ഇപ്പോഴത്തെ പാട്ടിൽ പോയി അന്വേഷിക്കാം. ഞാൻ ഈശോയെ കണ്ടിട്ട് മാത്രം സഭയിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്രിസ്ത്യാനികൾ പറയുന്നത് ഞാൻ എടുക്കാറില്ല. എന്തൊക്കെ വിഷയങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യൻസ് തന്നെ ചെയ്യുന്ന പല പ്രശ്നങ്ങൾ, ഇപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞില്ല, അവിടെ കുർബാന സംബന്ധിച്ച് പല തർക്കങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തിട്ട് ആഘോഷിക്കുകയായിരുന്നു. പള്ളിയിലാക്കി ഹോമോസെക്ഷൽ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം പേരായതുകൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് അത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ട് എല്ലാ മുസ്ലിംസും അങ്ങനെയാണോ? അല്ല, ഒത്തിരി നല്ല മുസ്ലിംസ് ഇല്ലേ. എനിക്ക് തന്നെ ഒരുപാട് നല്ല മുസ്ലിം ഫോളോവേഴ്സ് ഉണ്ട്. ഈ പ്രശ്നം വന്നിട്ട് എന്നെ വിളിച്ചിട്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം, ആ പറഞ്ഞതിനുള്ള മറുപടി നീ കൊടുക്കണം, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞാൽ നല്ല ചങ്കുറപ്പുള്ള മുസ്ലിംസ് ഉണ്ട്, മലപ്പുറത്തേക്കുള്ള ടീംസ് ഉണ്ട്. എന്നെ വിളിച്ച് പറഞ്ഞു, എന്നെ പേഴ്സണലി പരിചയമൊന്നുമില്ല, പക്ഷെ അവർ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് പറഞ്ഞു നിന്നെക്കുറിച്ച് പറഞ്ഞത് തെറ്റാണെന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്,
ന്യായത്തിൻ്റെ ഭാഗത്ത് സത്യത്തിൻ്റെ കൂടെ നിന്നോണം എന്ന് പറഞ്ഞ മുസ്ലിംസ്. ക്രിസ്ത്യൻസും ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. ഒത്തിരി പേര് പല വൈദികരും പല സ്ഥലങ്ങളിൽ വെച്ചു. അവർക്കൊക്കെ ഞാൻ പറഞ്ഞു ഈ പ്രശ്നം ഈ പേരാണ്, ഈ പേര് ഞാൻ മാറ്റിയില്ല. ഇതിപ്പോൾ പേര് മാറ്റാനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഏകദേശം 10-30 വയസ്സ് കഴിഞ്ഞു. ഈ 30 വയസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ തിരുത്തണം. എൻ്റെ A to Z, എൻ്റെ സ്കൂൾ മുതൽ ഞാൻ പഠിച്ച കോളേജിലെ വരെ സർട്ടിഫിക്കറ്റ് ഞാൻ തിരുത്താൻ വെക്കണം. എൻ്റെ പാസ്പോർട്ട് തിരുത്തണം, പാൻ കാർഡ് തിരുത്തണം. അത്ര പോസിബിളായ കാര്യമല്ല. മനസ്സിലായില്ല. നമ്മൾ ഇരിക്കുന്നിടത്ത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത് ഞാൻ ഇക്ഷ വരച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു മാമോദിസ പേര് തിരി കിടക്കട്ടെ, ഒഫീഷ്യൽ നെയിം ഇത് മതി. ഇത് മാത്രമല്ല, മുമ്പ് ഞാൻ സാക്ഷ്യം പറയാൻ പോകുമ്പോൾ അവിടെ അജ്മൽ വരുന്നു എന്ന് പറയുമ്പോൾ പല ക്രിസ്ത്യാനികൾക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ്, ഇതെന്താണ് ഇവൻ പറയാൻ പോകുന്നത്. ഈ ബ്രദറിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പല പ്രോഗ്രാംസിനും പോകുമ്പോൾ, ചേച്ചിയുടെ കൂടെ തന്നെ പല പ്രോഗ്രാംസിനും പോകുമ്പോൾ ചേച്ചി സ്റ്റേജിലൊക്കെ നിന്ന് വിളിച്ചോ അജ്മൽ അതെടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കൊരു ക്യൂരിയോസിറ്റിയാണ്. ഊയി അജ്മൽ ഇപ്പൊ ഈ ആൾക്കാരൊക്കെ തപ്പി നടക്കുന്നില്ലേ, അതേപോലെ തപ്പി നടക്കാനാണ് ക്യൂരിയോസിറ്റി. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി ഇരിക്കട്ടെ, കൂടുതൽ പേര് ഈശോയെ അറിയട്ടെ, നടക്കുന്നിടത്ത് ജനങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് വെക്കാൻ പറഞ്ഞ പേരാണ്. പക്ഷെ അത് 8ന്റെ അവനെയായിട്ട് തിരിച്ചു കിട്ടി.